ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. വരുന്ന വേൾഡ് കപ്പിൽ നെയ്മർ ജൂനിയർ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായിക്കൊണ്ട് അവശേഷിക്കുകയാണ്. നെയ്മർ വേൾഡ് കപ്പിൽ ഉണ്ടാകണം എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആരാധകരും ബ്രസീലിയൻ ആരാധകരും ആഗ്രഹിക്കുന്നത്. മാത്രമല്ല ഫുട്ബോൾ ലോകവും നെയ്മറുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നെയ്മർ ഉണ്ടെങ്കിൽ ഫിഫ വേൾഡ് കപ്പിന് കൂടുതൽ ഒരു അട്രാക്ഷൻ ലഭിക്കും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട ഒരു ആൽബം ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ബ്രസീലിൽ അത് പബ്ലിഷ് ചെയ്തിട്ടില്ല, എന്നാൽ കഴിഞ്ഞ ദിവസം സ്പെയിനിൽ അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ബ്രസീൽ ടീമിന്റെ ഭാഗത്ത് നെയ്മർ ജൂനിയറുടെ പേര് നമുക്ക് കാണാൻ കഴിയില്ല. പല പ്രധാനപ്പെട്ട താരങ്ങളുടെയും പേര് ബ്രസീലിയൻ ടീമിന്റെ ഭാഗത്ത് ആ ആൽബത്തിൽ ഉണ്ട്. അതായത് എസ്റ്റവായോ, വില്യൻ, റാഫീഞ്ഞ, വിനീഷ്യസ് ജൂനിയർ തുടങ്ങിയ സൂപ്പർ താരങ്ങൾ എല്ലാവരും ഉണ്ട്. പക്ഷെ നെയ്മർ ജൂനിയറെ ഈ വേൾഡ് കപ്പ് ആൽബത്തിൽ ഉൾപ്പെടുത്താൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പെനീനിയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതേസമയം ഈ ആൽബം ബ്രസീലിൽ പുറത്തിറങ്ങിയിട്ടില്ല. അത് മെയ് 1-ാം തീയതി മാത്രമാണ് ബ്രസീലിൽ പുറത്തിറങ്ങുക. പക്ഷെ സ്പെയിനിൽ ഇറങ്ങിയ എഡിഷനിലാണ് നെയ്മർ ജൂനിയറെ ഒഴിവാക്കിയിട്ടുള്ളത്. വേൾഡ് കപ്പിനുള്ള ബ്രസീലിന്റെ ആ ടീമിന്റെ ഭാഗത്ത്, സ്ക്വാഡിന്റെ ഭാഗത്ത് നെയ്മർ ജൂനിയറുടെ ഒരു പ്രസൻസ് ഇല്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതിന്റെ കാരണം നെയ്മറുടെ കാര്യത്തിൽ ഒരു വ്യക്തത ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. നെയ്മർ വേൾഡ് കപ്പിന് ഉണ്ടാകുമോ എന്നുള്ളത് ഇപ്പോഴും ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത ഒരു സ്ഥിതി വിശേഷമാണ് ഉള്ളത്. ഏതായാലും മെയ് 18-ാം തീയതി അർദ്ധരാത്രിയാണ് കാർലോ ആഞ്ചലോട്ടി ബ്രസീലിന്റെ ടീമിനെ പ്രഖ്യാപിക്കുക. അതിനു മുന്നേ നെയ്മർക്ക് ഇനി കുറച്ച് മത്സരങ്ങൾ കൂടി ബാക്കിയുണ്ട്. ആ മത്സരങ്ങളിൽ മികച്ച പ്രകടനം നെയ്മർ ജൂനിയർ നടത്തേണ്ടതുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീമിനെ കാണാം.